പ്ലാന്റ് സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫൈക്കസ് ഇലാസ്റ്റിക്ക അഥവാ റബ്ബർ പ്ലാന്റ് എന്ന ചെടിയാണ് കാണിക്കുന്നത്. ഇത് വളരെ ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ടോ, നല്ല തിക്കായിട്ട് നല്ല ബ്രൗൺ കളറിൽ ഈ ഇല തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ്. ഇത് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. നമ്മുടെ ഇൻഡോറിലൊക്കെ ധാരാളം പൊല്യൂട്ടൻസ് ഉണ്ടാവും. അതിൽ മേജറായിട്ടുള്ളൊരു പൊല്യൂട്ടൻ്റാണ് ഫോർമാൽഡിഹൈഡ്. ഈ ഫോർമാൽഡിഹൈഡ് വരുന്നത് ഈ പ്രസ്ഡ് വുഡ് ഫർണിച്ചർ, അതേമാതിരി ലെതർ ഐറ്റംസ്, പല അഡ്ഹസീവ് പശകളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ നിന്നൊക്കെയാണ് ഈ ഫോർമാൽഡിഹൈഡ് സാധാരണ വീടിനുള്ളിൽ വരുന്നത്. പക്ഷേ ഈ ഫോർമാൽഡിഹൈഡിനെ റിമൂവ് ചെയ്യാൻ ഈ റബ്ബർ പ്ലാന്റിന് നല്ല കഴിവുണ്ട്. അത് കാരണം ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ പ്ലാന്റ് വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമായി. ഇത് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അതേപോലെ ഇൻഡോറിൽ തന്നെയാണ് സെറ്റ് ചെയ്യുകയും ചെയ്തത്. 2 മാസത്തോളം ഇത് ഇൻഡോറിൽ ഇരുന്നിട്ടും ഒരു പുതിയ ഇല പോലും വന്നില്ല. അപ്പോൾ മനസ്സിലായി ഇതിനെന്തോ സ്ട്രെസ് ഉണ്ടെന്ന്. ഇത് കണ്ടോ, വാങ്ങുന്ന സമയത്തും ഇതുപോലെ ചെറിയൊരു ലീഫ് അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അത് പക്ഷേ വിടർന്ന് വന്നില്ല. അപ്പോൾ അത് 2 മാസമായിട്ടും അങ്ങനെ ഇരിക്കുന്ന കാരണം കൊണ്ട് അതിനൊന്ന് പുറത്ത് വെച്ച് നോക്കാം, അതിനെന്തെങ്കിലും ചേഞ്ച് വരുമോയെന്ന്. എന്നിട്ടൊന്ന് ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് സിറ്റ് ഔട്ടിൽ സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടെ ആകുമ്പോൾ കൂടുതൽ സൺലൈറ്റും കിട്ടും. സ്റ്റെപ്പിൽ കൊണ്ടുവന്ന് വെച്ച് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ആ ഇല വിരിഞ്ഞു വന്ന് നോക്കൂ. അതൊരു വളരെ ചെറിയ ഇലയാണ്. അതിന് ശേഷം വന്ന ലീവ്സൊക്കെ കണ്ടോ, നല്ല വലുതായി നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട്. പിന്നെ മഴ തുടങ്ങിയപ്പോൾ കണ്ടോ, ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്ന് കണ്ടോ വലിയ റൂട്ട്സൊക്കെ പുറത്തേക്ക് വന്നു. എന്നിട്ട് ഈ ഏരിയൽ റൂട്ട്സൊക്കെ ഉപയോഗിച്ച് മഴക്കാലത്ത് മുറ്റത്ത് നിന്ന് നല്ല കൂടുതൽ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല ഭംഗിയിൽ വളർന്നു. ഇപ്പോൾ ഇത് ഇങ്ങനെ ഭംഗിയായപ്പോൾ ഇതിന് ഇൻഡോറിൽ തന്നെ കുറച്ച് ദിവസം കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഈ വേരൊക്കെ ഇങ്ങനെ ഭംഗിയില്ലാണ്ടിരിക്കുമ്പോൾ അതൊരു സുഖമില്ലല്ലോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഭംഗിയായിട്ട് റീപോർട്ട് ചെയ്യണം. ഇത് റീപോർട്ട് ചെയ്യാൻ നമുക്ക് ആദ്യം ഈ സ്റ്റോൺസൊക്കെ മാറ്റാം. ഈ സ്റ്റോൺസൊക്കെ കണ്ടോ അത്യാവശ്യം ചളി പിടിച്ച് നല്ല വൃത്തികേടായിട്ടുണ്ട്. ഇത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ചളി പിടിക്കാണ്ടിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുമെന്നൊരു സൂത്രം കൂടെ കാണാം. അയ്യോ കണ്ടോ, ഈ ഡ്രെയിനേജ് ട്രെയിൽ എത്ര ഉറുമ്പാ! ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ചെടിയെ ചട്ടിയിൽ നിന്നും പുഴക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് കണ്ടോ, ചട്ടിയുടെ ഉള്ളിലും ഉറുമ്പെത്തിയിട്ടുണ്ട്. ഇത് വല്ല സെൻസിറ്റീവ് പ്ലാന്റൊക്കെ ആയിരുന്നെങ്കിൽ ഇത് മതി ഉറുമ്പ് നാശമാക്കും ചെടിയെ. പക്ഷേ ഇത് കുറച്ച് ഹാർഡി പ്ലാന്റ് ആണ്. അത്ര പെട്ടെന്ന് നാശമാവാത്തത് കൊണ്ട് ഇതിനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളുടെ ചെടികളുടെ ഡ്രെയിനേജ് ട്രെയിൽ ഉറുമ്പുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഈ ചട്ടിയിലേക്കാണ് നമ്മൾ ഈ ചെടി മാറ്റി നടാൻ പോണത്. ഇതിനൊരു ഔട്ടർ പോട്ടും ഉണ്ട്. ഇത് കണ്ടോ, ഈ ചട്ടിക്ക് നല്ല വലിയ ഡ്രെയിനേജ് ഹോളാണ്. ഇതിലൂടെ മണ്ണ് പുറത്ത് വരാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പീസ് സിന്തറ്റിക് ക്ലോത്ത് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്യാം. സിന്തറ്റിക് ക്ലോത്ത് ആകുമ്പോൾ കോട്ടൺ ക്ലോത്ത് പോലെ പെട്ടെന്ന് ഡിക്കമ്പോസ് ആയി പോവില്ല. ഇനി നമുക്ക് ഈ ചട്ടിയിൽ കുറച്ച് മണ്ണിടാം. നമ്മളേതായാലും ഇതിൻ്റെ ഉള്ളിൽ ഉറുമ്പിനെ കണ്ടു. അപ്പോൾ ആ ഉറുമ്പുള്ളത് കാരണം കൊണ്ട് അത് ഇനി ഉറുമ്പ് വരാതിരിക്കാൻ നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇതിലിടാം. ഈ വേപ്പിൻ പിണ്ണാക്ക് ഒരു ഫംഗിസൈഡായും ആക്ട് ചെയ്യും. ചട്ടിയുടെ അടിയിലിട്ടിരിക്കുന്ന മണ്ണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് തന്നെയാണ്. ഈ റബ്ബർ പ്ലാന്റിൻ്റെ കൂടെയുള്ള മണ്ണ്, വേരിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണൊന്നും നമ്മൾ മാറ്റുന്നില്ല. അത് അതേപോലെ ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇതിൻ്റെ വേരെല്ലാം മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോണ വിധത്തിൽ നമുക്കിത് പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ സ്റ്റോൺസ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മണ്ണ് പിടിക്കാണ്ടിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞിരുന്നല്ലോ, അതെന്താണെന്ന് അറിയോ? ഒരു സിന്തറ്റിക് ക്ലോത്തിൻ്റെ പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവരെ വേറൊരു കട്ടോട് ഉണ്ടാക്കിയിട്ട് ഇത് അതേപോലെ ചട്ടിയുടെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റോൺസ് സ്പ്രെഡ് ചെയ്യുക. നമ്മുടെ സ്റ്റോൺസൊക്കെ വൈറ്റ് കളറാണല്ലോ, അപ്പോൾ അത് വേറെ ഏതെങ്കിലും കളർ ക്ലോത്താണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കാണും. നമ്മുടെ സ്റ്റോൺസ് കളർഫുൾ ആണെങ്കിൽ നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിന് മാച്ചായിട്ട് വൈറ്റ് കളർ ക്ലോത്ത് ഉപയോഗിക്കാം. ഈ സ്റ്റോൺസൊക്കെ അതിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഔട്ടർ പോട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഇലകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. തുടയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ അടിയിലൊരു സപ്പോർട്ട് കൊടുക്കണം. കാരണം ഇല ഒടിഞ്ഞു പോരുത്. ഇത് ആഴ്ചയിലൊരിക്കലൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി എപ്പോഴും നല്ല തിളക്കത്തോടെ ഇരിക്കും. ഇപ്പോൾ നമ്മുടെ റീപോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾക്കിത് ഏത് സ്പോട്ടിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ വെക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ലൈറ്റ് കിട്ടുന്ന സ്പോട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഇതെന്നും ഭംഗിയായിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതൊന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. ഇലയിൽ പൊടിയായി എന്നുള്ള സംശയം തോന്നിയാൽ അതൊക്കെ തുടയ്ക്കുക. പെബിൾസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊരു ക്ലോത്ത് ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് വെള്ളം ഒഴിക്കലാണ്. ഇൻഡോറിൽ വെക്കുമ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം അധികമായാൽ വെള്ളം കുറയുന്നതിനേക്കാൾ പ്രശ്നമാണ്, ചെടി പെട്ടെന്ന് നാശമായി പോകും. 30 to 40 ഡേയ്സിൽ നമുക്കിതൊന്ന് ഫെർട്ടിലൈസ് ചെയ്യാം.
പിന്നെ നമ്മുടെ വീടുകളൊന്നും ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തതാവണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് പുറത്ത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊന്ന് കൊണ്ടുവന്ന് വെക്കുന്നത് നല്ലതാണ്. എല്ലാ ചെടികളുടെയും കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നും ഭംഗിയായിട്ടിരിക്കും. റബ്ബർ പ്ലാന്റ് വളരെ ഈസിയായി വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.